ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ നീട്രിക്സ് സീരീസിൻ്റെ എപ്പിസോഡ് 4 നമ്മളങ്ങ് കളറാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ട്രിക്കുകൾ മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള $1 മില്യൺ ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇത് പ്രീവിയസ് ഇയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ ഓരോ ക്വസ്റ്റ്യനും അതിനകത്ത് തന്നെ വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എത്താവുന്ന ട്രിക്കുകൾ കൂടിയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എപ്പിസോഡ് 4 നമ്മൾ കളറാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ചാനലിലെ ക്ലാസ് 10th-ലുള്ളവർ 11th-ലുള്ളവർ 12th-ലുള്ളവരൊക്കെ ഉണ്ടാകും. അതുപോലെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നീറ്റ് എക്സാമിലോട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബാച്ചിലെ ക്ലാസ് 11th-ലും 12th-ലൊന്നും നമ്മൾ ഇങ്ങനെയല്ല, വളരെ എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവാറുള്ളത്. ഒരാൾക്കും മനസ്സിലാകാതെ പോകരുത് എന്നുള്ള രീതിയിൽ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ബാച്ചിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പം 11th-ൻ്റെ ബാച്ചാണെങ്കിലും 12th-ൻ്റെ ബാച്ചിലാണെങ്കിലും ഒക്കെ. അപ്പം ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടും അങ്ങനെ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാച്ചുകളിലൊക്കെ നമ്മൾ അതിനകത്ത് ഓരോ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഇത് പക്ഷേ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ഇപ്പം നീറ്റ് എക്സാം May 3-നാണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്ന ട്രിക്കുകൾ പറഞ്ഞു പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇതിലെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഡയറക്റ്റ്ലി എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകാം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ കേട്ടുള്ളൂ, ചിലപ്പോൾ മനസ്സിലാകും കേട്ടോ. ഞാൻ കാരണം അത്രയും സിമ്പിളാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. എന്നാലും അതിനകത്ത് നമ്മുടെ ബാച്ചിൽ 11th-ലാവുമ്പോൾ അതിൻ്റെ ബേസ് അടക്കം പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം ഇവിടെ 2 പിത്ത് ബോളുകളാണ്. അപ്പോൾ പിത്ത് ബോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയൊന്നും അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മളൊരു കോമൺ സീലിംഗ് പോയിന്റ് ഉണ്ട്. ആ ഒരു സീലിംഗിൽ നിന്ന് 2 പിത്ത് ബോളുകൾ ഇങ്ങനെ ഈക്വൽ ലെങ്ത് ഉള്ള വയറുകളിൽ നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഈക്വൽ ചാർജുള്ള ബോളുകളാണ്. അപ്പം ഈ 2 പിത്ത് ബോളുകൾ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് സെൻറ്ററിലോട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y ആണ്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് പിന്നെ ഈ ബോളുകൾ എന്താണ്, ഈ ബോളുകൾക്ക് ഒരു ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അതിനകത്ത് ഈ ബോളുകളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അപ്പോൾ ഫസ്റ്റത്തെ കേസ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. 2 പിത്ത് ബോൾസ് ക്യാരിങ് ഈക്വൽ ചാർജസ് സസ്പെൻഡഡ് ഫ്രം കോമൺ പോയിന്റ് ബൈ സ്ട്രിങ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ദ ഇക്വിലിബ്രിയം സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് 6. നൗ സ്ട്രിങ്സ് ആർ റിജിഡ്ലി ക്ലാംപ്ഡ് ഹാഫ് ദ ഹൈറ്റ്. ഇനി എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇതിനെ ടൈറ്റാക്കി ഈ ഒരു ലെവലിൽ ഇപ്പം പകുതി ലെവൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാമ്പ് ചെയ്ത് ഈ ലെവലിലോട്ട് ഇതിൻ്റെ ഹൈറ്റ് എന്താക്കി മാറ്റി? നേരത്തെ ഉള്ളതിൻ്റെ പകുതി, ഇപ്പം y/2 ഉള്ളൂ. അപ്പം ആ ബോളുകൾ ഇനിയും അതിനിടയ്ക്ക് സെപ്പറേഷൻ അപ്പോഴും അത് എന്തുണ്ട്, ഇക്വിലിബ്രിയത്തിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സെപ്പറേഷൻ കുറച്ച് കുറയും. അപ്പോൾ അതെന്തായിരിക്കും ആ സെപ്പറേഷൻ? എന്താണ് പുതിയ സെപ്പറേഷൻ? എന്തായിരിക്കും? ഈ ഒരു ഹൈറ്റ് ഇവിടെ ഹാഫ് ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ, ഹാഫ് ടൈംസ് ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, r' എന്ന് പറഞ്ഞാൽ പഴയ ഡിസ്റ്റൻസ് ഇൻറ്റു ഇപ്പോൾ എത്ര മടങ്ങായി നോക്കുക ആ ഒരു ഹൈറ്റിൽ, അത് 1/2 ടൈംസ് അല്ലേ ആയത്. അപ്പോൾ ആ 1/2 അതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പോൾ എന്താ വരിക? 6 ഇൻറ്റു 1ൻ്റെ ക്യൂബ് റൂട്ട് 1 തന്നെയാണ്. 2ൻ്റെ ക്യൂബ് റൂട്ടിനെ നമുക്ക് ക്യൂബ് റൂട്ട് 2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഈ ഒരു ആൻസർ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ ഇതാണ്. ഇനി സപ്പോസ് നമ്മൾ ആദ്യത്തെ ഇനി ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യനെ ആദ്യം y ആയിരുന്നു, പിന്നെ നമ്മൾ ഇതിനെ ടൈറ്റാക്കി ഇതിനെ y/ ആദ്യത്തേതിൻ്റെ ഇപ്പോൾ എത്രയേ ഉള്ളൂ? ഇത് y/8 ആണ്. 8ൽ 1 ആക്കി എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുക? പുതിയ ആ ഒരു ഇത്. അപ്പോൾ r' നേരത്തെയുള്ള 6 ഇൻറ്റു 1/8ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് വരും. അപ്പോൾ 1ൻ്റെ ക്യൂബ് റൂട്ട് 1 തന്നെയാണ്, 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണ്. അപ്പോൾ 6 ഇൻറ്റു 1/2 എന്ന് വരും. 6 ഇൻറ്റു 1/2 6/2 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രിക്ക്. ഇനി നമുക്ക് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കിഡിലൻ മറ്റ് കുറച്ചധികം അടിപൊളി ട്രിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിലും ട്രിക്കുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത കിഡിലൻ ട്രിക്കുകളിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അപ്പം ഇതിനകത്തെ ഇത് നിങ്ങൾക്കറിയാം, ഒരു ചാർജ് ക്യൂ ഉണ്ട്. നമ്മളോട് എന്താ പറഞ്ഞത്? അതിനെ 2 ആക്കി മാറ്റിയാണ്. അപ്പോൾ ഇതിന്ന് നമ്മളൊരു ക്യൂവിന് എന്ത് ചെയ്യാണ്? ക്യൂവും Q-Q ആക്കുകയാണ്. അപ്പോൾ ഈ ക്യൂവിനെ നമ്മൾ എന്താക്കുകയാണ്? ഇതിന്നൊരു ക്യൂ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ പിന്നെ ഇത് ക്യൂ ആവില്ലല്ലോ, ഇതെന്തായിരിക്കും? Q-Q. ഇതിനെ ക്യൂവിനെ എടുത്ത് മാറ്റി, അപ്പോൾ ഇത് Q-Q ആവും. ആ എടുത്ത് മാറ്റിയ ക്യൂവിനെ ഇവിടെ കൊണ്ടുപോയി വെക്കും. ഇനി ഇത് മാക്സിമം ആണ് കേട്ടോ, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പം ഹൗ ഷുഡ് ദ ചാർജസ്, ഇങ്ങനെയാണ് ഇതിനെ പ്ലേസ് ചെയ്ത് വെക്കേണ്ടത്. ഇതിനെ പ്ലേസ് ചെയ്ത് വെക്കേണ്ടത് ഏത് ഡിസ്റ്റൻസിലാണ് എന്നല്ല, ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ നമ്മൾ ഇതിനെ വെച്ചു. ഡിസ്റ്റൻസ് ഇപ്പം ഈക്വലാണ്. ഇനി മാക്സിമം ഇവർ തമ്മിൽ റിപ്പൾഷൻ വരണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ക്യൂ, ഈ നേരത്തെ ഉണ്ടായിരുന്ന വലിയ ക്യൂവും തമ്മിൽ എന്തായിരിക്കണം? ഈ ക്യൂ എത്ര എടുത്ത് മാറ്റണം? അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ക്യൂവിൽ നിന്ന് ഒരു ക്യൂ മാറ്റണമല്ലോ. ഈ നേരത്തെ ഉള്ള ക്യൂ ഇപ്പം എടുത്ത് മാറ്റിയ ആ ഒരു ക്യൂ എന്തായിരിക്കണം റിലേഷൻ എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു 10 കൂളും ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നിങ്ങളൊരു 2 കൂളും എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ പിന്നെ എന്താവുക, അത് 10 - 2 അല്ലേ, അപ്പോൾ 8ഉം 2ഉം അങ്ങനെ ആക്കാമല്ലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ഉം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തൽക്കാലം ഞാൻ ഇതിനകത്ത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ 10 കൂളുമ്പ് ചാർജ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, അതിനെ നിങ്ങൾക്ക് 9 കൂളുമ്പും 1 കൂളുമ്പുമാക്കി മാറ്റിക്കൂടെ, അല്ലെങ്കിൽ 8ഉം 2ഉമാക്കി മാറ്റിക്കൂടെ, അല്ലെങ്കിൽ 7ഉം 3ഉമാക്കി മാറ്റിക്കൂടെ. 10 കൂളുമ്പിനെ 2ആക്കി മാറ്റുകയാണ്. ക്യൂവും Q - Q, നേരത്തെ ഒരു Q ആണ് 10, അതിനെ നമ്മളിപ്പം ക്യൂവും ഇത് Q - Q ആണ്, ഇത് Q - Q, ഇത് Q നമ്മൾ എടുത്ത് മാറ്റിയത് 1, ബാക്കി 9 ഉണ്ടാവുക 10 ഉള്ളത്. 8 2 7 3, ഇനിയിപ്പോൾ 6 4 വരാം, 5 5 എന്നുള്ള രീതിയിൽ വരാം. എപ്പോഴാണ് മാക്സിമം ഇത് നമ്മുടെ കൂളുംസ് ഫോഴ്സിൻ്റെ ആ ഒരു ബേസ് വെച്ചിട്ടാണ് കേട്ടോ. F = 1/4πε0 Q1 Q2/r² എന്നുള്ള ഒരു സംഭവം. അപ്പോൾ r² ഫിക്സഡ് ആണ്, 1/4 ഇതെല്ലാം ഫിക്സഡ് ആണ്. അപ്പോൾ ഫോഴ്സ് Q1 Q2 ഈ ഗുണിതം അനുസരിച്ചാണ് വരിക. അപ്പോൾ മാക്സിമം നമുക്ക് വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ് നോക്കുക, 8 2 16, 7 3 21, 6 4 24, 5 5 25 കണ്ടോ. മാക്സിമം വാല്യൂ രണ്ടും പകുതി ആകുമ്പോഴല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ചാർജുകളെ അതിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുമ്പോൾ രണ്ടും പകുതി ആക്കി വെക്കുമ്പോഴാണ് മാക്സിമം ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാവുക, റിപ്പൾഷൻ ഒരേ ചാർജ് ആണെങ്കിൽ. അപ്പം നിങ്ങൾ ഇതിനകത്തെ അപ്പം അതാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ ഒരു പഴയ ചാർജ് എന്തായിരിക്കണം, പുതിയ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് പഴയ നേരത്തെ ഉള്ള ചാർജിൻ്റെ പകുതി ആയിരിക്കണം. അതായത് 5 5, നേരത്തെ 10 ഉണ്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ചാർജ് ഈ 5 എന്ന് പറയുന്നത് എന്താണ്, 10ൻ്റെ പകുതിയല്ലേ. അതുപോലെ നമ്മുടെ ഈ കേസിൽ നമ്മൾ ക്യൂവും നമ്മുടെ കേസിൽ നമ്മൾ എന്താക്കുന്നത് 5ഉം 10ഉം ആക്കിയിട്ടല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ക്യൂ അതിന്ന് ക്യൂവിനെ മാറ്റാനാണ്. അപ്പോൾ നമുക്ക് ഇതെന്തായിരിക്കും, Q - Q ആവും, ഇത് Q ആവും. അപ്പോൾ നേരത്തെ ഉള്ള ഈ ഒരു Q എന്ന് പറയുന്നത് ഈ ക്യൂവിൽ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ പുതിയ ചാർജ് പഴയതിൻ്റെ എന്തായിരിക്കണം, 10 ആണെങ്കിൽ 5 5 ആവണ്ടേ, അപ്പോൾ പകുതി ആവണ്ടേ. അപ്പോൾ നമ്മുടെ ഈ പുതിയ Q എന്ന് പറഞ്ഞാൽ പഴയതിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇതിനെ തിരിച്ച് ഇങ്ങനെയും പറഞ്ഞുകൂടെ, ഈ 2 ഇങ്ങോട്ട് എടുത്താൽ 2Q = Q. അപ്പം ഈ ചാർജിൻ്റെ ഇരട്ടിയാണ് നമ്മുടെ പഴയ ചാർജ്. അപ്പം ആ ഒരു റിലേഷനാണ് അവിടെ കിട്ടുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ചുകൂടി ഇതെന്താണെന്നറിയാം, ഞാനിപ്പോൾ ഫാസ്റ്റായി പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പം ഇതിനകത്ത് ഒന്നുകൂടി പറയേണ്ടി വരും. എന്താ പറയുക, ക്ലാസ് 11th 12th ആണെങ്കിൽ. അപ്പോൾ എന്നോട് ഞാൻ ഇതിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 11th 12th ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതിനകത്ത് ഞാൻ ഇതിനകത്ത് ഓരോ എന്താ പറയുക ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അതിനകത്ത് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ് 11th 12th ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടും നമ്മളിതിനകത്ത് വീഡിയോകൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതും ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം ഒരു സ്ഫിയറിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, 0 ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഒരു സ്ഫെരിക്കൽ ഷെല്ല്, അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മെയിനായിട്ട് പഠിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇനി എന്താ ചോദ്യം, അറ്റ് എ ഡിസ്റ്റൻസ് ഈ റേഡിയസ്, ഇതിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പം 6 ആണ്. ഇനി നമ്മളോട് എന്താ ചോദ്യം, ഈ 6ൻ്റെ 3r/2 എന്ന് പറഞ്ഞാൽ 1.5 റേഡിയസ്. അപ്പോൾ ഇത് റേഡിയസ് ആണ്, ഇതിൻ്റെ 1.5 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ. അതെ, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് 3r/2 ഫ്രം ദ സെൻറ്റർ ഓഫ് എ ചാർജ് കണ്ടക്ടിങ് സ്ഫെരിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r is E. The electric field at a distance r/2 from the center of the sphere E. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് r/2 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ റേഡിയസിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലേ, r/2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ഇതിനകത്ത് 0 എന്നല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം 3r/2 എന്ന് പറഞ്ഞാൽ പുറത്തായിരിക്കും, 1.5 റേഡിയസിൻ്റെ 1.5. അപ്പം റേഡിയസ് 3 അതിൻ്റെ പിന്നീട് 1.5 റേഡിയസ് 3r/2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷേ r/2 ചോദിച്ചത് r/2 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 0 ആണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്താണ് കിഡിലൻ ട്രിക്ക് എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ട്രിക്ക് നോക്കൂ നിങ്ങൾ. 2 പോയിന്റ് ചാർജസ് A and B ഹാവിങ് ചാർജസ്, ഒന്ന് +Q ആണ്, മറ്റൊന്ന് -Q ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, ഫോഴ്സ് ആക്ടിങ്, ഇപ്പം ഇതിനകത്തുള്ള ഫോഴ്സ് F ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 25% ഓഫ് ദ ചാർജ് എയിൽ നിന്നും, ഇത് എ ആണ്, ഇത് ബി ആണ്, എയിൽ നിന്നും 25%, 25 എന്ന് പറഞ്ഞാൽ Q/4, ഇതിൻ്റെ 4/1 നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്ന് ട്രാൻസ്ഫർ ചെയ്യാണ് ബിയിലേക്ക്. അപ്പോൾ ഇതിന് ആ 4 കിട്ടും, -Q + Q/4 ആവും. ഇതിന്ന് കുറയും. അപ്പോൾ ഇത് Q - Q/4 ആയി മാറും. ഇതിന്ന് നമ്മൾ Q/4 അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവിടെ എന്താവും, 3Q/4 വരും.
ഇവിടെയാണെങ്കിലോ അത് എങ്ങനെ ക്യൂബ് മൈനസ് ക്യൂവും പ്ലസ് ക്യൂ/4 കൂടി നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറയ്ക്കുന്ന പോലെയാണ് വരിക. അപ്പോൾ ഇത് ക്യൂ/4 മൈനസ് ക്യൂ എന്നല്ലേ വരിക. അപ്പം 1/4 മൈനസ് 1 എന്ന് വരും. മനസ്സിലായില്ലേ? ക്യൂ/4 മൈനസ് ക്യൂ എന്ന് വരും. അപ്പോൾ നമുക്ക് -3/4 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ +3 ക്യൂ/4ഉം ഇവിടെ -3 ക്യൂ/4ഉം കൂടി വരുമ്പോൾ ഇത് 3 3 9ഉം അടിയിൽ 16ഉം. പക്ഷേ ഇതിൻ്റെ കിടിലൻ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 9f/16 ആണെന്ന്. പക്ഷേ ഇതിൻ്റെ ട്രിക്ക് അങ്ങനെയല്ല. ഏതാണെങ്കിലും പെട്ടെന്ന് ചാർജ് ട്രാൻസ്ഫർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഫോഴ്സ് എഫ് ആണ് നമുക്കറിയാമല്ലോ. പുതിയ ഫോഴ്സ് എന്തായിരിക്കും, F' എന്തായിരിക്കും എന്നറിയാം. പഴയ ഫോഴ്സ് ഇൻറ്റു എത്ര ഇവിടെ ട്രാൻസ്ഫർ ആക്കി നോക്ക്, 25% അല്ലേ. അപ്പോൾ അതിനെ നിങ്ങൾ 25/100 അപ്പോൾ എന്ത് ചെയ്യുക, 1 മൈനസ് എന്ന് പറഞ്ഞിട്ട് 1 മൈനസ് എത്രയാണോ ഇവിടെയുള്ള %/100 അതിൻ്റെ സ്ക്വയർ അടിക്കുക. അപ്പോൾ നമ്മൾ നോക്കൂ, നിങ്ങൾ എഫ് ഇൻറ്റു 1 മൈനസ് 25/100 എന്ന് പറഞ്ഞാൽ 75/100 എന്ന് വരും. അപ്പം നമുക്ക് 75/100 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അപ്പം ഇതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ 3/4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/16 എന്ന് വരും. കണ്ടോ, വളരെ പെട്ടെന്ന്. അപ്പോൾ നിങ്ങളോടിപ്പം 75% ട്രാൻസ്ഫർ ആക്കി എന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് 75/100 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 1 മൈനസ് 75/100 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. 1 മൈനസ് 3/4 എന്ന് വരുമ്പോൾ 1/4 എന്ന് വരും. അപ്പം എങ്ങനെയാണ് വരിക, 1 മൈനസ് 3/4 എന്ന് വരും. അപ്പം 1/4 അതിൻ്റെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1/16 ആണ് വരിക. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഈ സംഭവം, അതിൻ്റെ ട്രിക്ക് ഇങ്ങനെയാണ്. പുതിയ ഫോഴ്സ് F' പഴയ ഫോഴ്സ് എഫ് ഇൻറ്റു ഇത്തരം ക്വസ്റ്റ്യനിൽ എത്രയാണോ ട്രാൻസ്ഫർ വന്നത് 1 മൈനസ് 25 ആണ് ട്രാൻസ്ഫർ ആയത് /100 അതിൻ്റെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതിനകത്ത് ആൻസർ കിട്ടും. ദിസ് വിൽ ബി ദി ആൻസർ. സോ ഇതാണ് ഇതിനകത്ത് ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇതിനകത്തെ ഈ ട്രിക്കുകൾ, കഴിഞ്ഞ ട്രിക്ക്, മുന്നത്തെ ട്രിക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ, ഹൈപ്പ് കാര്യങ്ങളൊന്നും മറക്കരുത്. അതൊക്കെ ഞാൻ നമ്മുടെ സപ്പോർട്ട് കിട്ടോ. അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനകത്തെ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയൂ കേട്ടോ കമൻറ്റിൽ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, ഒരു ചാർജ് ക്യൂ at the center of the line joining two exactly equal positive charge Q. A charge Q is placed at the center of a line joining നമുക്ക് പോസിറ്റീവ് ചാർജ് Q എന്തുണ്ട്? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Q എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 2 ചാർജസ് ഉണ്ട്. നമ്മൾ വേറൊരു ചാർജിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എക്സാക്ട്ലി അറ്റ് ദ സെൻറ്ററിൽ വെക്കുകയാണ്. അങ്ങനെ ഈ വെച്ചതിന് ശേഷവും ഇവർ തമ്മിൽ എന്താണ്, ഇക്വിലിബ്രിയത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ റിപ്പൽ ചെയ്യുന്നുണ്ടാവാം. കാരണം ഈക്വൽ പോസിറ്റീവ് ചാർജാണ്. ഇത് +Q ആണ്, ഇത് +Q ആണ്. അപ്പോൾ ഇതും റിപ്പൽ ചെയ്യും. അപ്പം ഇനി വേറൊരു ചാർജിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റിപ്പൽ ചെയ്യുമ്പോൾ ഇതിനെ റിപ്പൽ ചെയ്യുമെങ്കിൽ ഇവിടെ ആകെ ഈക്വിലിബ്രിയം ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ തള്ളുമ്പം ഇതിനെ വലിച്ചു വെക്കണ്ടേ. അതുപോലെ ഇതിനെ പോസിറ്റീവ് അല്ല, ഇതിനെ അങ്ങോട്ടേക്ക് തള്ളും, ഈ ചാർജിനെ. അപ്പം അങ്ങോട്ട് തള്ളി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇത് മൈനസ് ആയിരിക്കണം. മാത്രമല്ല ഇങ്ങനെ സെൻറ്ററിൽ വെക്കുന്ന സമയത്ത് ഈ പുതിയ Q എപ്പോഴും എന്തായിരിക്കും, -Q/4 ആയിരിക്കും. ഇതിൻ്റെ 4ൽ 1 വെക്കണം. എന്നാലാണ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക. അത് നിങ്ങൾ കാണാതെ ട്രിക്കാക്കിയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ 2 ചാർജും നെഗറ്റീവാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ വെക്കുന്നത് ഇത് -Q ആണ്, ഇത് -Q ആണ്. എക്സാക്ട്ലി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജിന് വെക്കാൻ പറഞ്ഞു. അപ്പം എന്നിട്ടും അവർ ഇക്വിലിബ്രിയത്തിലാണ്. ഈ ഒരു ചാർജ് വെച്ചു നമ്മൾ Q ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ഈ ചാർജ് എന്തായിരിക്കും Q എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും മൈനസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, +Q/4 ആയിരിക്കും. ഇതിവിടെ രണ്ടും പോസിറ്റീവ് ആണ്, ആയതുകൊണ്ട് -Q/4. കാരണം ഇത് മൈനസ് റിപ്പൽ ചെയ്യുമ്പോൾ ഇതിനെ അട്രാക്ട് ചെയ്യുന്ന ഇവിടെ പോസിറ്റീവ് വേണ്ടേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ആൻസർ ഈസ് -Q/4 ആണ് ഈ കേസിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതും ഇതിനകത്ത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. പോയിന്റ് ചാർജ് നമുക്ക് +4Q ഉണ്ട്, വേറെ ഒരു +4Q ഉണ്ട്. ഇനി എന്ത് ചെയ്യാണ്, അതിൻ്റെ ഇടയ്ക്കൊരു -4Q ഉണ്ട്. ഇത് വെച്ചിരിക്കുന്നത് നോക്കൂ, ഒന്ന് ഫസ്റ്റ് 4Qനെ 0ലാണ്, അതായത് ഒറിജിനിലാണ് 0, x = 0. ഇനി അടുത്തത് x = a. അപ്പോൾ ഇത് a-യിലാണ്, ഇത് 2a-യിലാണ്. എന്ന് പറഞ്ഞാൽ ഇത് a ആണ് ഈ അകലം. ഇത് ഇവിടുന്ന് എന്താണ്, ഇരട്ടി ആണ്, അതിൻ്റെ 2a-യിലാണ്. മനസ്സിലായത്? ഒറിജിനിൽ 2a ആണ്. അങ്ങനെയെങ്കിൽ നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് a, ഇനി ഇവിടുന്ന് ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും, a ആണ്. ഒറിജിനിൽ നിന്ന് മൊത്തം ഡിസ്റ്റൻസ് ആണ് 2a. അപ്പോൾ ഈ 4Q -Qയും a ആണ്, -Qയും +4Qയും a തന്നെ ആയിരിക്കും. കാരണം അത് മൊത്തത്തിൽ 2a ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് a, ഈ ഡിസ്റ്റൻസ് a. ഇനി എന്താ ചോദ്യം, ഈ ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കുമോ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ? നോക്കൂ നിങ്ങൾ, ഈ -Qനെ ഈ 4Q ഇങ്ങോട്ടേക്ക് വലിക്കൂലേ, ഈ -Qനെ ഈ +4Q അതും ഇങ്ങോട്ട് വലിക്കൂലേ.
അങ്ങനെ വരുമ്പം ഇത് ഇക്വിലിബ്രിയത്തിലല്ലേ. പക്ഷേ നമ്മളിത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണെന്ന് എങ്ങനെ നോക്കുക? നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇതിനെ മൂവ് ചെയ്ത് നോക്കിയേ. ഇത് ഇതിൻ്റെ അടുത്തേക്ക് അങ്ങ് വലിഞ്ഞു പോകില്ലേ? കാരണം ഇവിടുന്ന് ഇതിൻ്റെ ഈ ഒരു അട്രാക്ഷൻ അത്ര കുറയും, ഈ അട്രാക്ഷൻ കൂടും. കാരണം ഇതൊന്നും ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പോകും, ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ആണ്. ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചും അത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. അപ്പോൾ നടുക്കൊരു നെഗറ്റീവ് ചാർജ് വരുന്ന കേസിൽ ഇവിടെ പ്ലസും പ്ലസും നെഗറ്റീവ് വരുമ്പോൾ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. ഓൾ ദ ചാർജസ് ആർ ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. അതിൻ്റെ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി കിഡിലൻ ട്രിക്കുകളിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് മറക്കല്ലേ, നമ്മുടെ സപ്പോർട്ട് ചെയ്യും. ഇതിനകത്ത് മനസ്സിലായില്ല എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഇത് ഫാസ്റ്റായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു. ഇത് ഈ അവസാന സമയത്ത് നമ്മുടെ ബാച്ചിലൊക്കെ ഏതെങ്കിലും ഓരോന്ന് പറഞ്ഞ് മെല്ലെയാണ് ഞാൻ ക്ലാസ്സുകൾ പറയാറുള്ളത്. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആവറേജ്, ജസ്റ്റ് അബവ് ആവറേജ് ഒക്കെ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് നമ്മൾ അതിനകത്തെ ഒരു ചാർജ് എന്ത് ചെയ്യാണ്, വീഴുകയാണ്. ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് എന്ത് ചെയ്യാണ്, വീഴുകയാണ്. ഫോൾസ് വിത്ത് എ ടെർമിനൽ വെലോസിറ്റി v. ഇഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് അപ്ലൈഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ചാർജ് ഡ്രോപ്പ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ ഒരു ചാർജ് ഡ്രോപ്പ് എന്ത് ചെയ്യാണ്, ഫോൾസ് വിത്ത് എ ടെർമിനൽ വെലോസിറ്റി v. അപ്പോൾ അതിങ്ങനെ ഒരു ടെർമിനൽ വെലോസിറ്റി വിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, അതിനകത്ത് ഫ്ലൂയിഡിൽ അതിനകത്ത് എന്തുണ്ടാകും, വിസ്കസ് ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ടാകും. എന്തായാലും നമ്മളത് അങ്ങനെ ഫൈനലി അത് എന്തുണ്ടാവും, ഒരു ടെർമിനൽ വെലോസിറ്റി എത്തും. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്ന സംഭവമാണ്. അങ്ങനെ പിന്നെ ആ ടെർമിനൽ വെലോസിറ്റിയിലാണ് പോകും. ഞാൻ ഇതിനകത്ത് അതിലോട്ടൊന്നും പോകുന്നില്ല, ഒരുപാട് നീണ്ടുപോകും. ഞാൻ ഇതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇതിനകത്ത് മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൽ ചാർജഡ് ഡ്രോപ്പ് ഫോൾസ് വിത്ത് എ ടെർമിനൽ വെലോസിറ്റി v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരുപാട് ഇതിനകത്ത് ചെയ്യാൻ പോകേണ്ട, വളരെ സിമ്പിളാണ്. ഇലക്ട്രിക് ഫീൽഡ് E അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വെർട്ടിക്കലി മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ ഡ്രോപ്പ് എന്ത് ചെയ്യണം, മുകളിലോട്ട് മൂവ് ചെയ്യാം. മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ വിസ്കസ് ഫോഴ്സ് താഴേക്കായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്തായാലും ആയിക്കോട്ടെ. അങ്ങനെ ടെർമിനൽ വെലോസിറ്റി, അപ്പോൾ അത് മുകളിലോട്ട് മൂവ് ചെയ്യണം. അങ്ങനെ ടെർമിനൽ വെലോസിറ്റി 2v ആകും. അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി അപ്പോൾ എന്താണ്, ഫൈനലി അത് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. ബോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യായിരുന്നു, ഡ്രോപ്പ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, അത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വിസ്കസ് ഫോഴ്സ്, അതിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് താഴേക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് ഒരു ടെർമിനൽ സ്പീഡ് വരും. അത് 2v ആണ്. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഡബിൾ ആണെന്ന് വിചാരിച്ചോളൂ. ഇനി ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എന്ത് ചെയ്തു, മുകളിലോട്ട് ഇതിനെ പോക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡ് വെച്ചല്ലോ, അതിനെ പവർ കുറച്ചു, E/2, അതിൻ്റെ സ്ട്രെങ്ത് കുറച്ചു, E/2 ആക്കി. അപ്പം ടെർമിനൽ വെലോസിറ്റി എന്താകും, v' എന്താകും എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ആദ്യം അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി എന്താ നോക്കുക, അത് വരുന്നത് vയിലാണ്, v. അതിനോട് നമ്മൾ ഇവിടുത്തെ ടെർമിനൽ വെലോസിറ്റി എന്താ നോക്കുക, 2 ആണ്. അപ്പോൾ 2v. അപ്പോൾ ആദ്യത്തെ v നമ്മൾ 1 ആക്കി എടുക്കുക. മറ്റേത് അതിൻ്റെ ഡബിൾ ആണല്ലോ. അപ്പോൾ 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. ഈ 3യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ 3നെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്താക്കി നോക്കുക. നേരത്തെ ഇതിൻ്റെ 1/2 അല്ലേ, അപ്പോൾ 3 × 1/2, അപ്പോൾ 3/2 എന്നായില്ലേ. ഈ 3/2 ഇനി 1 കുറയ്ക്കുക, അതായിരിക്കും പുതിയ ടെർമിനൽ വെലോസിറ്റി. 3ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1.5 1 കുറച്ചാൽ എന്താ, അരയല്ലേ. അപ്പം v/2 ആയിരിക്കും ടെർമിനൽ വെലോസിറ്റി. വളരെ സിമ്പിളാണ് ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ അത് വീഴുന്ന ടെർമിനൽ വെലോസിറ്റി v ആണ്. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി എന്താകുന്നുണ്ട്, 2v ആകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3v ആകുന്നുണ്ട്. അപ്പോൾ ഈ 3 എന്നുള്ള വാല്യൂ എടുത്താൽ മതി. ദെൻ ഇനി എന്താ, അപ്പോൾ ആദ്യം ഇത് എപ്പോഴാണ് ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ടെർമിനൽ വെലോസിറ്റി v ആകുമ്പോഴാണ് നമ്മൾ ഇത് ഈ ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 3 × നമ്മൾ എന്ത് ചെയ്തു, ഇനി ഇലക്ട്രിക് ഫീൽഡ് എത്രയാക്കി എന്ന് മാറ്റുക, E/2 ആക്കി ഫൈനലി. അപ്പോൾ 3 × 1/2, അപ്പോൾ 3/2 എന്നായി. അപ്പോൾ 1.5 എന്നായി. 1.5 എന്നിനി ഫൈനലി 1 അങ്ങ് കുറച്ചാൽ നമുക്ക് ഫൈനൽ ടെർമിനൽ വെലോസിറ്റി കിട്ടും, അര. അപ്പോൾ v' = 0.5 v എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ v/2 ആയി മാറും. അപ്പോൾ അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ 3v എന്ന് കിട്ടും, അതിൻ്റെ 3/2v എന്ന് കിട്ടും. അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 3/2 - 1 × v, അതായിരിക്കും നമ്മുടെ ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ കിഡിലൻ ട്രിക്ക് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കും കേട്ടോ. പിന്നെ ഇതിനകത്തെ ഒരു കോൺസെപ്റ്റ്, ഇനിയും ഒരു കിഡിലൻ ട്രിക്ക് ഉണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. യെസ്, അതിനകത്ത് ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. ഇത് നിങ്ങൾക്കറിയാം, ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസ്, അതിൻ്റെ +E ആയിരിക്കും, അതിൻ്റെ പോസിറ്റീവ് സെൻറ്റർ ആയിരിക്കും. ഇലക്ട്രോൺ അതിൽ കറങ്ങുന്നുണ്ടാവും, -E ആയിരിക്കും. ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് കൂളംസ് ലോ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ റിപ്പൾഷൻ വരിക, അട്രാക്ഷൻ വരിക. +E - Q തമ്മിൽ എന്തുണ്ടാവും, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ എന്തായിരിക്കും,
അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് നെഗറ്റീവാണ്. 1/4πε0 ഇൻറ്റു അത് പ്ലസ് ഇ ആണ്. നമ്മൾ ഫോഴ്സ് കൊടുത്താൽ മതി. തൽക്കാലം നിങ്ങൾ ഫോഴ്സ് കൊടുക്കാം. കൂളും ഫോഴ്സ് എന്താണ് 1/4πε0 ഇൻറ്റു ഒന്നിൻ്റെ ചാർജ് പ്ലസ് ഇ, മറ്റേതിൻ്റെ ചാർജ് മൈനസ് ഇ ബൈ ഡിസ്റ്റൻസ് r² ആണെന്ന് നിന്നോട്ടെ. പക്ഷേ ഇവിടെ r² അടിയിൽ കാണുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ r² ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോയ്സിലൊന്നും r² മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ 1/4πε0 k എന്ന് കൊടുക്കുക. അപ്പോൾ ഇതെന്താ വരിക? പ്ലസും മൈനസ് കൂടി മൈനസ് ആകും. അപ്പോൾ ഈക്വൽ ടു -ke²/r² എന്നാണ്. പക്ഷേ ഇതിപ്പോൾ ke²/r² ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് പറ്റില്ല. പിന്നെ ബാക്കി എല്ലാം r³ ആണ്. അപ്പോൾ r² ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ r³ ആക്കണമെങ്കിൽ നമ്മൾ അതിനെ യൂണിറ്റ് വെക്ടർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഇങ്ങനെയാണെങ്കിൽ ആൻസർ ഓക്കെയാണ്. പക്ഷെ അതും ഇതിൽ കാണുന്നില്ല. r² യൂണിറ്റ് വെക്ടർ ആണെങ്കിലും ഓക്കെയാണ്. പക്ഷെ അതും കാണുന്നില്ല. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടറിന് പകരം നമുക്ക് എഴുതാവുന്ന കാര്യമാണ് r വെക്ടർ ഡിവൈഡഡ് ബൈ മോഡ് r. അപ്പോൾ r² മോഡ് r എന്ന് പറഞ്ഞാൽ r³ ആണ്. അപ്പോൾ അതിങ്ങനെ വരും -ke²/r³ എന്ന് വരും. പിന്നെ മുകളിലൊരു വെക്ടറിൻ്റെ r ഉണ്ടാകും. അപ്പോൾ ഇതാണ് അതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഇതിൻ്റെ ആൻസറുകൾ ചിലപ്പം വന്നിട്ട് ഇങ്ങനെ അതിനകത്ത് വേണമെങ്കിൽ വരാം -ke²/r² ഇൻറ്റു r⁻. അതായിരുന്നു നിങ്ങൾക്ക് ഓക്കെയാണ്. അതല്ല ഇപ്പോൾ r വെക്ടർ, അപ്പോൾ ഇതിനെ ക്യാപ്പ് ഇവിടെ കാണുന്നില്ല, r³ ആണ്. അപ്പോൾ r³ ആക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ r² ഇൻറ്റു r വെക്ടർ ബൈ മോഡ് r ആണ്. അങ്ങനെയാണ് ഇത് r³ ആവുന്നത്. മുകളിലപ്പോൾ r വെക്ടർ വരും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഇതും ഒരു ട്രിക്കാണ്, കിഡിലൻ ട്രിക്കാണ്. അതാ ഞാൻ പറഞ്ഞു, ഇനിയും ട്രിക്കുകളുണ്ട് ഒരുപാട്. നമ്മൾ ഇടയ്ക്ക് കോൺസെപ്റ്റ് ഇടയ്ക്ക് ട്രിക്ക് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. 2 പോയിന്റ് ചാർജസ് ആണ്. ഒന്ന് +4q ആണ്. 2 പോയിന്റ് ചാർജസ് +4q ആൻഡ് ഒന്ന് +q ആണ്. ഇനി ഫിക്സ്ഡ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് r ആണ്. ഇനി നമ്മളൊരു തേർഡ് ചാർജ് q-നെ കൊണ്ടുവരികയാണ്. പ്ലേസ് ഫ്രം എ സ്മോളർ ചാർജ് നിന്ന് നമ്മൾ അടുത്തേക്ക് വെക്കുകയാണ്. സ്മോളർ ചാർജിൻ്റെ അടുത്ത് നിന്നും ഇത് ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഇനി എത്ര ഡിസ്റ്റൻസ്, ഈ സ്മോളർ ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഈ ഒരു ചാർജ് നമ്മൾ വെക്കണം? അപ്പോൾ ഇത്തരം ഒരു കേസ് ഇതിൻ്റെ കിഡിലൻ ട്രിക്ക് എന്ന് പറയുന്നത്, ഇത് രണ്ടും പ്ലസ് അല്ലേ, നമ്മൾ ഈ +4q ആണ്, ഇത് +q ആണ്. ഇനി തേർഡ് ചാർജിനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണ് ഈ സ്മോളർ ചാർജിൻ്റെ അടുത്ത്. അപ്പം ഇത് എന്താണ്? ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ തേർഡ് ചാർജ് എന്താണ്? ഇൻ ബിറ്റ്വീന് വെക്കണം. നമ്മളിത് +q ആണ്. തേർഡ് ചാർജിനെ വെക്കണമെങ്കിൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ ഇതിനകത്ത് സെൻറ്ററിൽ വെക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് രണ്ടും ഈക്വൽ ചാർജസ് ആകുമ്പോൾ സെൻറ്ററിൽ വെക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ ഇത് ഈക്വൽ ചാർജ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ചാർജിനെ കൊണ്ടുവരുമ്പം ഇതിനകത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ഒരു തേർഡ് ചാർജിനെ വെക്കേണ്ട എക്സ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ +4q ഈ q തമ്മിലുള്ള ആ ആദ്യത്തെ ഡിസ്റ്റൻസ് ഇൻറ്റു r ഇൻറ്റു നിങ്ങൾ എന്ത് ചെയ്യുക? r ബൈ ഇങ്ങനെയാണ്, r ഇൻറ്റു അല്ല r ബൈ ഈ ചാർജുകൾ ഇത് എത്ര ടൈംസാണ് നോക്കുക. ഇത് 4ക്കും ഇത് +q അല്ല, അപ്പോൾ 4 മടങ്ങാണ്. അപ്പോൾ √4 r/√4 +1. അപ്പം എത്ര വരും? ഈ ഡിസ്റ്റൻസ് എക്സ്, ഈ ചാർജ് എന്നുള്ള ഈ ഒരു പുതിയ ചാർജ് വെക്കേണ്ട ദൂരം എന്ന് പറയുന്നത് r ബൈ ഈ ഒരു എത്ര മടങ്ങാണോ നേരത്തെ ഉള്ള ഈ ചാർജുകൾ, പുതിയ ചാർജ് അല്ല, ഈ പഴയ ചാർജുകൾ ഉണ്ടല്ലോ, +4q +q, അത് 4 മടങ്ങല്ലേ. ഒന്ന് +q ആണ്, +4q ആണ്, അപ്പോൾ 4 ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുക, +1 ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ ഡിസ്റ്റൻസ് ഈ എക്സ് എന്ന് പറയുന്നത്, r' അല്ല, എക്സ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പുതിയ ചാർജ് വെക്കേണ്ട ഈ എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ നമ്മൾ ഈ എത്ര മടങ്ങാണോ ചാർജ് √4 +1. അപ്പോൾ നമുക്ക് എന്ത് വരും? r/√4 എന്ന് പറഞ്ഞാൽ 2 വരും, +1, അപ്പോൾ r/3 എന്ന് വരും. കണ്ടോ? അപ്പോൾ ചെറിയ ചാർജിൽ നിന്ന് r/3 ആണ്. അങ്ങനെയെങ്കിൽ വലിയ ചാർജിൽ നിന്ന് എന്താണ്? അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് r/3 കിട്ടി. അപ്പോൾ r - r/3 ആണ് ഇത്. അപ്പോൾ 2r/3 ആണ്. അപ്പോൾ നമുക്ക് വലിയ ചാർജും ചെറിയ ചാർജും ഒക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു ട്രിക്കും നിങ്ങൾക്ക് കിഡിലനായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു ചാർജ് 9q, മറ്റേ ചാർജ് q. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒരു ഡിസ്റ്റൻസ് r ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വേറൊരു ചാർജ് q-നെ ഇതിൽ നിന്ന് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നേരത്തെ ഉള്ള ഡിസ്റ്റൻസ് ബൈ ഇപ്പോൾ എത്ര മടങ്ങുണ്ട്? 9 മടങ്ങ്. അപ്പോൾ √9 +1. അപ്പോൾ r/3 +1 r/4. അപ്പോൾ ഈ ഡിസ്റ്റൻസ് r/4 ആണെങ്കിൽ ഇത് r - r/4 ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. അപ്പോൾ r - r/4 എന്ന് പറഞ്ഞാൽ 6 4 കുറച്ചാൽ 3/4, അപ്പോൾ 3r/4. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇനി ഇതിനകത്തെ
ഇനി ഇപ്പം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇടയിൽ വെക്കേണ്ടത്? ഇപ്പം ഈ ഒരു സംഭവം, ഈ ചാർജസ് ആർ സെയിം സൈൻ, അതായത് ഇപ്പോൾ ഇത് +4Q ആണ് നമ്മൾ ആദ്യം വെച്ചത്. നോക്കൂ നിങ്ങൾ, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഒന്ന് +4Q ആണ്, ഒന്ന് +Q ആണ്. രണ്ടും പ്ലസ്സുകളായതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ വെക്കേണ്ടി വന്നത്. ഇതിപ്പം ഒന്ന് +4Q ഒന്ന് -Q ആണെന്ന് വിചാരിച്ചോളൂ. ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ വെക്കുമ്പം ഇതിനകത്ത് ഔട്ട്സൈഡ് ആണ് പുതിയ ചാർജ് Qനെ നമുക്ക് വെക്കേണ്ടി വരിക. അതെത്രയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് x നമുക്ക് കാണാൻ പറഞ്ഞാൽ അതും ഒരു ട്രിക്കാണ്. r/ എത്ര മടങ്ങാന്ന് നോക്കുക, √4. ഇപ്പം 4 മടങ്ങാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ √4 Q അല്ലേ, -1 അപ്പം വരിക. മനസ്സിലായോ? -1. അപ്പം അതിനകത്ത് r- പുറത്ത് ഇപ്പോൾ ഈ ഡിഫറൻറ്റ് സൈനുകൾ വ്യത്യാസമാണ്. +4Q -Q ആണെങ്കിൽ പുറത്താണ് പുതിയ ചാർജിനെ കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഔട്ട്സൈഡ് ആണ്. ബിറ്റ്വീൻ സ്മോൾ ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r/√4 - എന്ന് പറഞ്ഞാൽ 2 - 1, r/2 - എന്ന് പറഞ്ഞാൽ 6. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? 6 ആണ്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് ഓൾറെഡി ഇവിടെ 6 ഉണ്ട് ഇവർക്കിടയ്ക്ക്. അപ്പോൾ ഇത് വീണ്ടും 6 ആണ്. ഇപ്പോൾ 2r ആണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ അതിനകത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചോദിക്കാറുണ്ട് കേട്ടോ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പെർമിറ്റിവിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് F = നമുക്കറിയാം ഈ 1/4πε0 കൂളംസ് ലോ Q1 Q2/r². ഇതിൽ ഈ ε0 ആണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് മറിക്കുക, ഈ എഫിനെ ഇങ്ങോട്ട് മറിക്കുക. അപ്പോൾ 1/4π ഈ എഫ് അടിയിൽ വരും, 1/f എന്ന് വരും. ആ എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ε0 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ε0ൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ 1/ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ അല്ലേ. അപ്പോൾ 1/ന്യൂട്ടൺ അടിയിൽ വന്നു. ഇത് r² എന്ന് പറഞ്ഞാൽ ദൂരമല്ലേ, അപ്പോൾ m² വന്നു. അടിയിൽ ന്യൂട്ടൺ m². ഇത് ചാർജാണ് കൂളംബ്. Q1 Q2 കൂളംബാണ്. അപ്പോൾ കൂളംബ്². അപ്പോൾ കൂളംബ്² ന്യൂട്ടൺ m². അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കുറേ യൂണിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് ചെയ്യാം. ഇതിനകത്ത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാർജ് Q നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്, ഒരേപോലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഒരേപോലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വരകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അകലമൊക്കെ ഒരുപോലെ ആയിരിക്കണം, ലൈനുകളൊക്കെ ഒരുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഈ ചാർജിനെ നമ്മൾ റിലീസ് ചെയ്യാണ്. അങ്ങനെ ഈ ചാർജ് എന്ത് ചെയ്യാണ്? ഒരു y ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ ക്യാപിറ്റൽ Q ആണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ക്യാപിറ്റൽ Q ആക്കിയാൽ മതി കേട്ടോ ഇവിടേക്ക്. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ ഇത് ചലിക്കുമല്ലോ ഇലക്ട്രിക് ഫീൽഡിൽ. ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ ചെല്ലുമ്പോൾ അതിനകത്ത് എന്ത് പറയും, ഒരു ബലം അനുഭവപ്പെടും. അപ്പോൾ അത് ചലിക്കും. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഇത് ചലിച്ച ഒരു y ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളൊരു ചാർജിനെ ഇവിടെ നിന്ന് ഇങ്ങനെ റിലീസാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിലെ സ്പീഡ് 0 ആണ്. അങ്ങനെ അത് ഇലക്ട്രിക് ഫീൽഡിലോട്ട് അങ്ങ് കയറുമ്പോൾ അതങ്ങ് ചലിക്കുമല്ലോ, ഒരു ബലം അനുഭവപ്പെടും അതിന്. അപ്പം അതിൻ്റെ ബലം എന്താണ്? അപ്പം ഇവിടെ കൈനറ്റിക് എനർജിയിൽ എന്ത് മാറ്റമാണ് വരിക? അപ്പോൾ ആദ്യം അതിന് കൈനറ്റിക് എനർജി ഇല്ല, അത് റിലീസാക്കുകയാണ്. ഫൈനലി അത് ചലിക്കുമ്പോൾ അതിന് സ്പീഡ് കൂടുമല്ലോ, അതിന് ബലം വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്താണ്? അത് വെച്ചിട്ട് കൈനറ്റിക് എനർജി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട് വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് വർക്ക് ഡൺ ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ചലിക്കുന്നത് y ആണ്. ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൽ ചാർജിന് അനുഭവപ്പെടുന്ന ഫലം QE ആണ്. അപ്പോൾ QE × y എന്ന് വരും. അപ്പോൾ QE y ആണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ QE ഇൻറ്റു നമ്മൾ Qനാണല്ലോ റിലീസ് ആക്കുന്നത് ക്യാപിറ്റൽ. ഇപ്പോൾ ക്യാപിറ്റൽ Q × E × y അത്രയേ ഉള്ളൂ. ഇത് ഇതിനകത്ത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. സോ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ചാർജ് Q ഈസ് എൻക്ലോസ്ഡ് ബൈ ഗോഷ്യൻ സർഫസ്. നമ്മളൊരു ഗോഷ്യൻ സർഫസിൽ ഒരു ചാർജിനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നിന്ന് ഫ്ലക്സ് നമുക്കറിയാം, ഇതിനൊക്കെ ലൈന് വരും. ഒരു ചാർജിനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഫ്ലക്സ് വരുമെന്ന് അറിയാം. ഫ്ലക്സ് എത്രയാണ്? Q/, ചാർജ് എത്രയാണോ വെച്ചിരിക്കുന്നത് ഉള്ളിൽ Q/ε0 ആയിരിക്കും നമുക്കറിയാമല്ലോ. ഇനി ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് വലുതാക്കി, അപ്പോഴും ഈ ചാർജ് തന്നെയാണ് ഉള്ളിൽ, ഈ ചാർജ് എന്നുള്ള ഫ്ലക്സ് തന്നെയാണ് ഇതിലൂടെയും കടന്നു പോകുക. അപ്പോൾ റേഡിയസ് വലുതാക്കി എന്ന് വിചാരിച്ച് ഫ്ലക്സിൽ എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല, റിമെയിൻ സെയിം എന്നാണ്. ഓക്കെ, അപ്പോൾ അത് അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ദ സെന്റർ ഓഫ് എ സെമി സർക്കിൾ റേഡിയസ് ഹാവിംഗ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു സെമി സർക്കിൾ, നമ്മൾ ഇതിനകത്ത് സെമി സർക്കിൾ ആണ്. അപ്പോൾ ഇതിലൊക്കെ ചാർജ് ഉണ്ട്. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ ഇതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ചാർജ് ലാംഡയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ സെന്ററിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? അപ്പോൾ സെമി സർക്കിൾ ഒക്കെ ആണെങ്കിൽ സെന്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ സിമ്പിൾ ആണ്. ഇതിനൊരു ഇലക്ട്രിക് ഫീൽഡ് കാണാനേ ഒരു ട്രിക്ക് ഉണ്ട്. 2 വട്ടം കളറാക്കി എന്ന് ഓർത്ത് വെക്കുക. 2k λ/r ഇല്ല, r. k എന്ന് പറഞ്ഞാൽ 1/4πε0. അപ്പോൾ 2k λ/r ആണ്.
എന്ത് നമ്മുടെ അതിനകത്ത് സെമി സർക്കിളിൻ്റെ ആകുമ്പം ഇൻറ്റു എന്തുണ്ടെന്ന് അറിയോ സൈൻ ആൽഫ ബൈ 2. അപ്പോൾ സെമി സർക്കിളിൻ്റെ എന്താണ് ഇൻറ്റു സൈൻ ആൽഫ ബൈ 2. അപ്പോൾ ഈ ആൽഫയ്ക്ക് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് സെമി സർക്കിൾ ആകുമ്പോൾ 180 കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് വരും E ഈസ് ഈക്വൽ ടു 2k ലാംഡ ബൈ ആർ ഇൻറ്റു സൈൻ 180/2 എന്ന് വരും. 180/2 എന്ന് പറഞ്ഞാൽ സൈൻ 90 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇത് വേണ്ട, 2k ലാംഡ ബൈ ആർ ആണ്. അപ്പം ഇതിനകത്ത് 2k ലാംഡ ബൈ ആർ എന്നുള്ളതിനെ നമുക്കൊന്ന് തിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? 2k എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാംഡ ബൈ ആർ എന്ന് വരും. ഈ 2ഉം ഈ 4πയും വെട്ടിപ്പോയി. അപ്പോൾ എന്ത് വരും? ലാംഡ ബൈ 2ഉം കൂടി വെട്ടിപ്പോകുമ്പോൾ 2 വരും. ലാംഡ ബൈ 2πε0. റേഡിയസ് ആറിന് പകരം ഇവിടെ എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം റേഡിയസ് എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറിന് പകരം എ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ലാംഡ ബൈ 2π. ഇനിയിപ്പം ഇത് ക്വാർട്ടർ സർക്കിൾ ആണെങ്കിൽ എന്ത് വരും? അപ്പം നമുക്ക് സെയിം ഇക്വേഷൻ ആണ്. 2k ലാംഡ ബൈ ആർ ഇൻറ്റു സൈൻ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്, കണ്ടില്ലേ? ഒരു കാൽ സർക്കിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ 90/2 എന്ന് വരും. 90/2 എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 വരും. അപ്പോൾ ഈ 2 √2 കൂടി വരും. √2 മുകളിൽ വരും. √2 × k എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. അങ്ങനെ വെട്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്ത് വരുമ്പം അതിങ്ങനെയാണ് വരിക. 2k ലാംഡ ബൈ ആർ എന്ന് പറയുമ്പം അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് വരും? ഈ സംഭവം തന്നെ വരും. 2k ലാംഡ ബൈ ആർ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഈ ലാംഡ ബൈ ഇതിനോട് തന്നെ എന്ത് വരും? ഇൻറ്റു 1/√2 എന്നുള്ള രീതിയിൽ വരും. അത്രയേ ഉള്ളൂ. സെമി സർക്കിൾ ആവും. ഓക്കെ. സോ നമുക്ക് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇതെന്താ ഒന്നുമില്ലാന്നേ, ഒരു ക്യൂബ് ഉണ്ട്. നമ്മളൊരു ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ക്യൂബാന്ന് വിചാരിച്ചോളൂ. ഞാനിപ്പോൾ വരയ്ക്കുമ്പം അതിനകത്ത് ഒരുപോലെ ഒന്നും ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ക്യൂവിനെ വെക്കുകയാണ്. ഇനി ഇതിലെ കംപ്ലീറ്റ് ഇതിലൂടെ വരും. നമുക്കറിയാം ഒരു ചാർജിന് അടച്ചു വെച്ചാൽ ഫ്ലക്സ് വരുമല്ലോ. ഫ്ലക്സ് എന്താണ്? കോളും നമുക്കറിയാം ഗോസസ് തിയറം പ്രകാരം Q/ε0 ആണ്. അപ്പം ഞാൻ Q ആണ് വെച്ചതെങ്കിൽ Q/, അല്ലെങ്കിൽ ചെറിയ Q ആണ് വെച്ചതെങ്കിൽ Q/, എങ്ങനെയാണെങ്കിലും Q/ε0 ഇപ്പോൾ ഫ്ലക്സ്. ഓക്കെ. ഇനി ഇതിലെ ടോട്ടൽ ആണ്. അപ്പോൾ ക്യൂബിന് എത്ര? നമുക്ക് ഇവിടെ 6 ഫേസ് ഇല്ലേ? അപ്പോൾ നമുക്ക് ഇതെന്താ വരുന്നത്? ഇതിനകത്ത് Q/6ε0 എന്ന് വരില്ലേ ഒരു ഫേസിലൂടെ. 6 ഫേസിലൂടെയും Q/ε0 ആണ്. അപ്പോൾ ഒരു ഫേസിലൂടെ ആണെങ്കിൽ ഇൻറ്റു 1/6 എന്ന് വരും. അപ്പം പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. പക്ഷേ 4π വെട്ടിക്കഴിഞ്ഞാൽ Q/6ε0 ആയില്ലേ? അപ്പോൾ അതാണ് ഇതിനകത്ത്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ പേടിക്കാനൊന്നുമില്ല. ഇതിനകത്ത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു ഫേസിലൂടെ അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ക്യൂബ് ചാർജിന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ Q/ε0 ആണ്. ഒരു ഫേസിലൂടെ ഇൻറ്റു 1/6 ആണ്. പക്ഷേ അങ്ങനെ ഒരു ചോയ്സ് ഇവിടെ കാണുന്നില്ല. പക്ഷേ 4π വെട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ അത് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അത് Q/6ε0 തന്നെ ആകും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാർജ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ചാർജ് ക്യൂവിനെ ഒരു ക്യൂബിൻ്റെ കോർണറിൽ വെക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ക്യൂവിന് ചാർജ് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി കംപ്ലീറ്റ് ഇതിനെ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് അടച്ചു വെക്കണമെങ്കിൽ ഇവിടെ 8 ക്യൂബുകൾ വരണം. അപ്പം 8 ക്യൂബ് ഇതിനെ ക്ലോസ് ചെയ്ത് നിൽക്കും. അപ്പം ഒരു ക്യൂബിലൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ Q/8ε0 ആയിരിക്കും. അത് തന്നെ ആ ക്യൂബിനെ അപ്പം നിങ്ങൾ ഒരു ക്യൂബിൻ്റെ കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ക്യൂബിലൂടെ, അതായത് ഒരു ക്യൂബിൻ്റെ കോർണറിൽ ഒരു ചാർജിന് വെച്ചു. ഇനി അതിലൂടെ എത്ര ഫ്ലക്സ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലൂടെ 8 ക്യൂബുകൾ നമ്മൾ ഇതിനെ കവർ ചെയ്ത് വെക്കണം. അതായത് ഒരു ക്യൂബിൻ്റെ കോർണറിൽ നിങ്ങൾ ഒരു ചാർജിന് വെച്ചാൽ നമ്മളൊരു ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിനെ മൊത്തം കവർ ചെയ്യണം. അപ്പോൾ അങ്ങനെയെങ്കിൽ 8 ക്യൂബുകൾ വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്യൂബിലൂടെ വരുന്നത് എന്തായിരിക്കും? ടോട്ടൽ വരുന്നത് നമുക്കറിയാം. ടോട്ടൽ 8 ക്യൂബുകളിലൂടെയും Q/ε0 ആയിരിക്കും പുറത്തേക്ക് വരുന്ന ഫ്ലക്സ്. അത് ഗോസസ് തിയറം. അപ്പോൾ ഒരു ക്യൂബിലൂടെ ഇൻറ്റു 1/8, കാരണം ഒരു 8 ക്യൂബുകൾ ഉണ്ടല്ലോ, അത്രയും. അപ്പോൾ അതാണ് ഇതിനകത്ത് വന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഓൾ 6 ഫേസസ് ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിലൂടെ എന്നാണ്. ക്യൂബിൻ്റെ 6 ഫേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിലൂടെ എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം, മനസ്സിലായില്ലേ? പക്ഷേ ഇതിനകത്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അഡ്ജസൻ്റ് ആയിട്ടുള്ള ആ ചാർജിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള 3 ഫേസിലൂടെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ ആ കോർണറിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന അഡ്ജസൻ്റ് ആയിട്ടുള്ള 3 ഫേസുകൾ, ഒരു ക്യൂബിൻ്റെ 3 ഫേസുകൾ ഇങ്ങനെ ഈ ഒരു ഇതിനെ ടച്ച് ചെയ്ത് നിൽക്കും, ഇത് ടച്ച് ചെയ്ത് നിൽക്കും, അങ്ങോട്ടേക്ക് ഒരു ടച്ച് ചെയ്ത് നിൽക്കും.
അപ്പോൾ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഫേസുകളിൽ ഈ ഒരു ഫേസ് ടച്ച് ചെയ്ത് നിൽക്കും, ഈ ഒരു ഫേസ് ടച്ച് ചെയ്ത് നിൽക്കും, ഈ ഒരു ഫേസ് ടച്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേസ് ടച്ച് ചെയ്ത് നിൽക്കും, ഇവിടുത്തെ ഒരു ഫേസ് ചെയ്ത് ഇവിടുത്തെ ഒരു ഫേസ്. അപ്പോൾ ആ ഫേസിലൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഫേസിൽ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും എലോങ് ദ പ്ലെയിൻ അത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് 3 ഫേസസിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന അഡ്ജസൻറ്റ് ചാർജിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള 3 ഫേസിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് ചോദിച്ചു കഴിഞ്ഞാലോ ടച്ച് ചെയ്ത് നിൽക്കാത്ത ഓപ്പോസിറ്റ് ഫേസിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇതിനകത്ത് ഇത് തന്നെ ആയിരിക്കും Q/8ε0 തന്നെ ആയിരിക്കും. അപ്പം അല്ലെങ്കിൽ ഇതിനകത്ത് അതെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3 ഫേസിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് വരിക. ഇനി ഒരു ഫേസിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോർണറിൽ വെച്ചിട്ട് ഒരു ഫേസിലൂടെ എത്രയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ടോട്ടൽ 8 ആണ്. അതിൽ 3 ഫേസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ ഇൻറ്റു ഒരു ഫേസിലൂടെ ഇൻറ്റു 1/3 എന്നുള്ള രീതിയിൽ അപ്പോൾ Q/24ε0 ആണ് അതിനകത്ത് അപ്പം വരിക. അപ്പം അങ്ങനെയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലാണ് ചിലപ്പം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എനിവേ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇത് മറ്റൊരു സംഭവമാണ്. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ എ ഇൻറ്റു അതിൻ്റെ ആർ എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് എ റീജൻ ഈസ് റേഡിയലി ഔട്ട്വേർഡ് ആണ് ഗിവൺ ബൈ ഇ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എ ഇൻറ്റു റേഡിയസ് ആണ്. ഇനി എ ചാർജ് കണ്ടെയ്ൻ ഇൻ ദ സ്ഫിയർ ഓഫ് എ റേഡിയസ് എ. അപ്പോൾ റേഡിയസ് ആർ അല്ല ഇപ്പം എ ഉള്ള ഒരു സ്ഫിയർ അതിനകത്ത് ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇതിലെ ചാർജ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം ഫ്ലക്സ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഇവിടെ എ ആർ എന്നുള്ള ഇക്വേഷനാണ്. അതിൻ്റെ റേഡിയസ് എ ആണ്. അപ്പോൾ എ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയറിൻ്റെ എന്താണ് 4π അവിടെ A² അല്ലേ വരിക. അപ്പം ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇവിടെ 4π ഇൻറ്റു ഏരിയ നമ്മൾ മാറ്റിയല്ലോ. അപ്പം ഇവിടെ എ ഇങ്ങനെ വരും 4πA³ ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് വരും. അപ്പം അതാണ് ഫ്ലക്സ്. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചത് ഫ്ലക്സ് അതിനകത്ത് φ വരും. ഫ്ലക്സ് φ എന്ത് വരും Q/ε0 എന്നുള്ള ഒരു ഇക്വേഷൻ കൂടി ഇല്ല. അപ്പോൾ ചാർജ് ചോദിച്ചാൽ ഫ്ലക്സ് ഇൻറ്റു ε0 വരില്ല. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു ε0 വരും. അപ്പോൾ ദിസ് വിൽ ബി ദി ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഒന്നുമില്ല ഇത് ഇവിടെ നമ്മൾക്ക് ചുമ്മാ ഫ്ലക്സ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏരിയ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു ക്വസ്റ്റനിൽ നോക്കൂ നിങ്ങൾ തന്നിട്ടുണ്ട് ഇതാ ഇലക്ട്രിക് ഫീൽഡ് എ ഇൻറ്റു റേഡിയസ് ആണ്. പക്ഷേ ഇവിടുത്തെ റേഡിയസ് നമ്മളോട് ചാർജ് എവിടെയാണ് റേഡിയസ് എ ആണ്. ഇവിടെ കണ്ടോ ഇവിടെ റേഡിയസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ആണ്. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം എ ഇൻറ്റു ആർ ആണ്. പക്ഷേ ഇവിടെ റേഡിയസ് എ ആണ്. അപ്പം എ ആണ് വരിക. പിന്നെ എ അവിടെ ഉണ്ട്. ഇവിടുത്തെ ഏരിയ എന്നാണിത് മനസ്സിലായില്ല. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ അകത്തുള്ള ചാർജാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ സ്ഫിയറിൻ്റെ ഏരിയ നമ്മൾ 4πr² ആണ് കൊടുക്കേണ്ടത്. അപ്പം 4π ഇൻറ്റു ഇവിടെ ഏരിയ ഇതിൻ്റെ സ്ഫിയറിൻ്റെ റേഡിയസ് എ ആണല്ലോ. അപ്പോൾ 4πr², 4πA² എന്ന് വരും. അപ്പോൾ 4πA³ എന്ന് വരും ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് വരും. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെയാണ് 4πA³ ഇൻറ്റു ക്യാപിറ്റൽ എ എന്ന് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലക്സ്. ഫ്ലക്സിനെ നമ്മൾ ചാർജ് നമ്മളോട് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/ε0 ആണ്. അപ്പോൾ ചാർജ് ആണെങ്കിൽ ε0 അങ്ങോട്ടേക്ക് എടുക്കുക ആൻസർ കിട്ടി. അപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വരിക. ഇനി മറ്റൊരു ചോദ്യം. ഇതും ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനകത്തും പ്രത്യേകിച്ച് ഒന്നും ഇതും വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഒരു ഹോളോ സിലിണ്ടർ ആണ്. ഇതിനകത്ത് ഒരു ചാർജ് Q വെച്ചിരിക്കുകയാണ്. φ ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കർവ്ഡ് സർഫസ് ഇതാണല്ലോ കർവ്ഡ് സർഫസ്. ഇതിലൂടെയുള്ള ഫ്ലക്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് φ ആണ്. അങ്ങനെയെങ്കിൽ ഇതിന് നമുക്കറിയാം ഒരു ചാർജിനെ അടച്ചു വെച്ചാൽ നോക്കൂ നിങ്ങൾ നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയാം ഇതിനകത്തൊരു ചാർജ് ഉണ്ട്. അതെന്ന് ഇതിലൂടെ വരുന്ന കർവ്ഡ് സർഫസിലൂടെ വരുന്ന ഫ്ലക്സ് φ ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ബിയിലൂടെ അതായത് ബിയിലൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലക്സ് കാണാനാണ്. അതെങ്ങനെയാണ് കാണുക വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പം ഇതിനകത്ത് നമുക്കറിയാം ടോട്ടൽ ഇതിനകത്ത് നിന്ന് ഫ്ലക്സ് വരുന്നത് എന്താണ് Q/ε0 ആയിരിക്കും. ഒരു ചാർജിന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 ആണ്. പക്ഷേ ഇതിലൂടെ വരുന്ന ഫ്ലക്സിനാണ് അവർ φ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ വരുന്ന φ. അപ്പോൾ ബാക്കി ഇതിലൂടെ എന്താ വരിക മൊത്തം 3 സർഫസുകളാണ്. ഈ കർവ്ഡ് സർഫസും ഉണ്ട് പിന്നെ ഈ ഒരു റേഡിയസിൻ്റെ ഈ 2 സർഫസുകൾ. അപ്പം ഈ മൊത്തം ഇതിലൂടെ വരുന്നത് Q/ε0. അപ്പോൾ ഇതിൽ വരുന്നത് φ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 സൈഡിലൂടെ എന്താ വരുന്നത് മൊത്തത്തിൽ നിന്ന് φ അങ്ങ് കുറയ്ക്കുക. അപ്പോൾ ഈ 2 സൈഡിലൂടെ വരും. അത് രണ്ടിലൂടെ ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നിലൂടെ വരുന്നത് നമ്മളോട് ബിയിലൂടെ വരുന്നതാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ്. അപ്പം ½ ഇൻറ്റു Q/ε0 മൈനസ് φ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വരിക.
കമ്മ്യൂണിറ്റിയിൽ ഞാൻ പഴയ ക്വസ്റ്റ്യൻസിൻ്റെ ഇതുകൂടി വെക്കാം കേട്ടോ. അതിനകത്ത് ഞാൻ പ്രീവിയസ് ഒരുപാട് ട്രിക്കുകൾ ചെയ്തിട്ടുണ്ട്, അതിലൂടെ വെക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലോട്ട് അടിക്കുക, ഒന്നുകൂടി പറഞ്ഞത് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ വളരെ സിമ്പിളാക്കി പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാച്ചിലാവുമ്പോൾ ഇതിനേക്കാളും വളരെ നമ്മൾ ക്ലാസ് 11ലും 12ലും ഒക്കെ വളരെ സിമ്പിളാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ് സമയം ഉണ്ടാവും. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനകത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.